ഗൈസ് അങ്ങോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇതാണ് പക്ഷെ അകത്ത് കയറിയില്ല. പക്ഷെ പുറമേ നിന്ന് തന്നെയാണ്ട നെയ്യാർ ഡാം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇതിപ്പുള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ചിലർ കുറ്റാലം എന്ന് പറയുന്നുണ്ട്. കുറ്റാലം പറയാൻ കാരണമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കാളിപ്പാറയാണ്. ഈ വീഡിയോയിൽ നമ്മൾ തൃപ്പറപ്പ് വാട്ടർഫാൾസിലോട്ട് പോകാം കേട്ടോ. അപ്പം കാളിപ്പാറയിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡാട്ടോ ഇത്. അപ്പം നമ്മൾ നേരെ പോകുന്ന വഴിയിൽ കാഴ്ചകൾ അടിപൊളിയാണ്. കാരണം നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചിറ്റാർ ഡാം 2, ചിറ്റാർ ഡാം 1 ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം അതൊക്കെ തമിഴ്നാടാണ്. ഇനി കുറച്ചൊരു 15 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടാവും. അപ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. തൃപ്പറപ്പ് വാട്ടർഫാൾസ്. ഗൈസ്, ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നെയ്യാർ ഡാമും, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പൂരി എന്ന സ്ഥലത്തോട്ടും പോകാം. അമ്പൂരി വഴി നമുക്ക് പോകേണ്ടത് കേട്ടോ. നമുക്ക് നെയ്യാർ ഡാം കണ്ടിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ കുളിക്കാം കേട്ടോ. വെള്ളമൊന്നുമില്ല. നമ്മുടെ ഒരു മാമ കുളിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി പോകണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി കേട്ടോ ഈ നെയ്യാർ ഡാമിൻ്റെ അതൊന്ന് കാണാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അപ്പുറ സൈഡൊക്കെ പാസ് വേണമെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാമല്ലേ. ഇങ്ങനെ റോഡുണ്ടായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഈ കുറച്ച് വിഷ്വലൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഗായ്സ്, എല്ലാ ഡാമിനും ഇതേപോലെ റോഡുണ്ടായത് നല്ലതായിരുന്നു. കാരണം ഡാമിൻ്റെ സൈഡിൽ കൂടി തന്നെ ഇഷ്ടംപോലെ വഴിയുണ്ട്. ഇങ്ങനെ 20 രൂപ വഴി കിടക്കുവാണേ. പക്ഷെ തെമ്മല ഡാമിനൊന്നും ഇങ്ങനൊന്നുമില്ല. അപ്പോൾ തെമ്മല ഡാമിന് ഉണ്ടായിരുന്നു പണ്ട്. നമുക്ക് കയറി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന പരപ്പാണക്കെട്ടിൽ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ പാസ്സായിട്ടോ. ചേച്ചിമാരൊക്കെ പാത്രം കഴുകുവാന്നോ? പാത്രം കഴുകില്ല, മീൻ തേച്ച് കഴുകുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വഴിയുണ്ടേ. തൃപ്പരപ്പ് വാട്ടർഫാൾസ് ആണെങ്കിൽ 6 മണിയപ്പോൾ അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അവിടെ ചെല്ലണം. പക്ഷേ ഈ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ടുകൊണ്ട് പോവാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ഡയറക്റ്റ് നമ്മൾ തൃപ്പരപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് പിന്നെ എപ്പോഴും വരാനൊന്നും പറ്റത്തില്ലല്ലോ. ഗൈസ്, നമ്മളിപ്പോൾ ഷട്ടറിൻ്റെ അവിടെ എത്തും കേട്ടോ. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് നമ്മളിപ്പോൾ ഷട്ടറിൻ്റെ അവിടെ എത്തി ഗൈസ്. അടിപൊളി. ഇവിടെ ഈ വഴിയൊക്കെ ബസ് പോകുന്നു കേട്ടോ. ഗായ്സ്, ഇതാണ് നെയ്യാർ ഡാം കേട്ടോ. നമ്മൾ ആ പാറയുടെ മുകളിൽ നിന്ന് കണ്ട നെയ്യാർ ഡാമാണ് നമ്മളിപ്പോൾ അടുത്ത് നിന്ന് കാണുന്നത്. ഞാൻ ഒരു ടിക്കറ്റും എടുത്തിട്ടില്ല, ഞാൻ ഒരു പാസ്സും എടുത്തിട്ടില്ല. ഞാൻ കണ്ടോ ഇങ്ങനെയൊക്കെ ഡാം കാണാൻ പറ്റുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ അകത്ത് കയറി പാസ് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അകത്ത് കയറിയില്ല. പക്ഷെ പുറമേ നിന്ന് തന്നെയാണ്ട നെയ്യാർ ഡാം നല്ല രീതിയിൽ കാണാൻ പറ്റും. ചെറുതായിട്ട് അങ്ങ് അറ്റത്തെ ഷട്ടർ 1, 2, 3, 4ാമത്തെ ഷട്ടറിൻ്റെ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട് കണ്ടോ. ഇതേ കനാലാട്ടോ. നെയ്യാർ ഡാമിൻ്റെ ഇങ്ങനെ ചുറ്റും റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കഴിഞ്ഞ വീഡിയോ കാണിച്ച പാറ കേട്ടോ, കാളിപ്പാറ. ഗൈസ് കണ്ടോ, നെയ്യാർ ഡാമിൻ്റെ കുറേ ഒരു പാലമുണ്ട്. നമ്മുടെ തെമ്മല ഡാമിൻ്റെ കുറേ ഇതുപോലൊരു പാലമുണ്ട് കേട്ടോ. പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാം. പക്ഷേ ഇത്ര അടുത്ത് കാണാൻ പറ്റത്തില്ല. കുറച്ച് അകലമുണ്ട്. ഇത് അടുത്തേക്ക് കേട്ടോ. കണ്ടോ, ഇതൊക്കെ അടുത്താണ്. അടിപൊളി. വെള്ളം കുറവാണ്. പക്ഷെ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഈ അടുത്തിട്ട് കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെയാണ് സംഭവമേ.
നെല്ലിക്ക ഉപ്പിലിട്ടല്ലേ? നെല്ലിക്ക ഉള്ളല്ല. കുറേ കളറുണ്ട് കേട്ടോ ഇവിടെ. 13 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കളിക്കോപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല. ടിക്കറ്റ് എടുത്താൽ മാത്രം അകത്ത് കയറാൻ പറ്റും കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഗൈസ്, ഇവിടെ പാർക്കിങ്ങിന് 10 രൂപ കേട്ടോ. അവിടെ പാർക്ക് ചെയ്ത് ഇനി ഇവിടുത്തെ കാഴ്ചകളാണ്. ഇവിടെ ഓരോ വാഹനത്തിനും പാർക്ക് ചെയ്യേണ്ട നിരക്കുകളുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാറ് 40, ആട്ടോ 20, 2 വീലർ 10, വാൻ 75, ടാറ്റ സുമോ ട്രക്ക് 50 കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം കേട്ടോ. ഇവിടെ തമിഴ് അറിയാത്തവൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ കൂടുതലും മലയാളികളാണ്. തൊപ്പി ഡ്രസ്സ്. നമ്മൾ നേരെ പോകുന്ന വാട്ടർ ഫോൾസ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ട്. ഗൈസ്, അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കും കേട്ടോ. ഗൈസ്, എൻട്രി ഫീസ് കേട്ടോ 10 രൂപ. ക്യാമറയ്ക്ക് 20 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 50 രൂപ കേട്ടോ. നമ്മളിപ്പോൾ വാട്ടർ ഫോൾസിൻ്റെ അടുത്ത് എത്തി കേട്ടോ. കൊള്ളാലോ. ഇതാണ് ക്ഷേത്രം. ഓണത്തിലുണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് തൃപ്പരപ്പ് വാട്ടർ ഫാൾസ് കേട്ടോ. ഗൈസ്, നമുക്ക് അവിടെയും കുളിക്കാം. അതുപോലെ ആണ് അവിടെയും വെള്ളം വീഴുന്നുണ്ട്, അവിടെയും കുളിക്കാൻ പറ്റും കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ പാർക്ക്. ഇവിടുത്തെ പാർക്ക് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനൊക്കെ പാർക്കും ഉണ്ട്, എല്ലാം ഉണ്ടേ. എന്നാ ഇവിടെ പണിയടക്കം തോന്നുന്നു കേട്ടോ. ഇവിടെ പണിയടക്കുന്നതാണ്. ഇവിടെ ഈ വഴി ആരും കയറ്റി വിടാത്തെ. അടിപൊളി സ്ഥലം ഗായ്സ്. അങ്ങനെ ഈ തൃപ്പരപ്പ് വാട്ടർ ഫാൾസ് കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. കന്യാകുമാരി ജില്ലയിലാണ് ഈ തൃപ്പരപ്പ് വാട്ടർ ഫാൾസ് ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളുണ്ട്, തമിഴരുണ്ട്. പിന്നെ നല്ലൊരു വെള്ളമുണ്ട് കേട്ടോ. പിന്നെ എനിക്കിത് കാണുമ്പം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ചിലർ കുറ്റാലം എന്ന് പറയുന്നുണ്ട്. കുറ്റാലം പറയാൻ കാരണമുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ കുറ്റാല വാട്ടർ ഫാൾസ് നിന്നാലും അവിടെ ഒരു ക്ഷേത്രം കാണാം. അതേപോലെ ഇവിടെ ഒരു ക്ഷേത്രം കാണാം. പക്ഷെ എനിക്കിത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പറയാൻ കാരണം എനിക്കുണ്ട്. കാരണം ഇതിന് മേലെ ഒരു നദിയാട്ടോ. ആ നദിയിൽ നിന്ന് ഒഴുകിയാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോയാൽ എല്ലാം കാണിച്ചു തരാം. പിന്നെ ഈ മരത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞു. ഈ മരത്തിൻ്റെ പേര് അറിയുന്നവരൊന്ന് പറയണം. ഉണ്ടോ? അവിടെ ഈ സ്ഥലയാട്ടെ. ഉണ്ടോ? പറയാൻ എനിക്ക് മറന്നുപോയി. സംഭവം എനിക്ക് അറിയാമായിരുന്നു. മറന്നു.
കാറ്റാടി തെങ്ങ് ഉള്ള ക്ഷേത്രം കണ്ടോ, വലിയൊരു ക്ഷേത്രം കേട്ടോ. ക്ഷേത്രം അടച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ട് ഒന്ന് കാണാമായിരുന്നു. ഇപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഇഷ്ടം പോലെ പേരുണ്ടോ. ഞാൻ ഞായറാഴ്ചയാണ് കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നല്ല സമയത്ത് ഇത്ര തിരക്ക് കാണാൻ സാധ്യതയില്ല കേട്ടോ. ഈ പാർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. താഴത്തെ ലെയറൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. സ്റ്റൂള് പോലെ ഉണ്ട്, ഒരു സ്റ്റൂള് പോലെയാണ് ഇവിടുത്തെ ഇത് വെച്ച് പണിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കച്ചവടങ്ങളൊന്നും കാണാം കേട്ടോ. മലയാളിയാണോ? മലയാളിയാണ്. അഞ്ചൽ 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 യൂട്യൂബർ. ഇവിടെ താമസത്തിലൊക്കെ ഉണ്ട്. രണ്ട് സൈഡും വളകളും തൊപ്പികളും മുഖംമൂടി. ഇത് തുണിയാട്ടോ, തുണിയല്ലേ? ആ തുണിയാണ്, തുണി തന്നെ. ഇപ്പം ക്യൂ ഇല്ല, ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് ബന്ധിരിക്കുമായിരുന്നു. പലതരം വളകൾ, കീച്ചൻ. ഒരു കീച്ചൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടല്ലോ. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നേ മേളിൽ കയറുമ്പോൾ മറ്റേ ഡാമുണ്ടല്ലോ, ഡാമല്ല ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. കുറച്ച് അടക്കമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഗായ്സ്, ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സ്ഥലമുണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നേ. ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല, അതെങ്ങനെ കാണിച്ചു തരാം. കാണാൻ പാക്കത്തേക്ക് പോകും, ഇപ്പൊ കാണാൻ വേണ്ടി പോകും. ഈ കഴിച്ചൊക്കെ എങ്ങനെയാ പോലെ? 20 ഒരു കഴിച്ചൊക്കെ. ഗൈസ്, അങ്ങനെ ഇപ്പോൾ കണ്ടോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗമാണേ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ അങ്ങനെ ആളും പേരൊന്നുമില്ല. ആളുള്ളത് കൊണ്ടോ മേളിലാട്ടോ. അവിടെ ഒരു വെള്ളമുണ്ട്. ഇത് തടഞ്ഞു നിർത്തിയിട്ട് താപ്പോട്ട് ഒഴുകുക. കണ്ടോ, നമുക്ക് അങ്ങോട്ട് അവർ എത്താൻ പറ്റും കേട്ടോ. ഇത് ചെറിയ ചെറിയ കല്ലുകളുണ്ടായതുകൊണ്ട്, ചെറിയ കല്ലുകളുണ്ടായതുകൊണ്ട് നമുക്ക് ചവിട്ടിപ്പോൾ. ഇത് വെള്ളം കുറവാണ്. എന്താ രസം. ഇവിടെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ മലയാള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തമിഴ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആ വരമ്പിൽ കൂടി ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ വെള്ളമുള്ള സമയത്തെ ആ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകും. അപ്പോൾ നല്ല രസമാണ് കാണാൻ. ഓക്കെ, എന്ത് വീതിയാന്ന് നോക്കി. ആഹാ, അയ്യോ, ഒരു ഇടുക്കാച്ചി, ഒരു വാട്ടർഫാൾസും അതിൻ്റെ മേളിൽ കാണാൻ പറ്റിയ അടിപൊളി ഒരു വ്യൂ. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു അടിപൊളി സ്ഥലമാണേ. എന്താ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. വാട്ടർഫാൾസിൻ്റെ അവിടെ എൻജോയ് ചെയ്യാം. കുറച്ച് മേലോട്ട് വന്നാൽ കുറച്ച് വെയിൽ കൊണ്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഈ സമയത്ത്. പിന്നെ ഉണ്ടല്ലോ അവിടെ വെള്ളമാണേ, അതിനപ്പുറം ഉണ്ടോ കുറേ പേര് ആ വെള്ളത്തിൽ ചാടുന്നുണ്ട്. ഗായ്സ്, ഒരു അടിപൊളി വാട്ടർഫാൾസ് ആട്ടോ. ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരണം. ഇവിടെ തിരുവനന്തപുരം ജില്ലക്കാരും കൊല്ലം ജില്ലക്കാർക്കൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ബാക്കിയുള്ള ജില്ലക്കാർക്കും വരാൻ പറ്റത്തില്ലെന്നല്ല, വരാൻ പറ്റും. എന്നാലും അടുത്തുള്ളത് കൊണ്ട് പറഞ്ഞാണേ. പിന്നെ ഇവിടെ കൂടുതലും മലയാളികളുണ്ട് കേട്ടോ. മലയാളികളുണ്ട്, പിന്നെ തമിഴിലുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ മലയാളം പറഞ്ഞാൽ നല്ല രീതിയിൽ മനസ്സിലാകും ഇവിടെ ഉള്ളവർക്ക്. കാരണം എനിക്ക് വലുതായിട്ട് തമിഴ് വലുതായിട്ട് എനിക്ക് പിടുത്തമില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം തമിഴ് ഇങ്ങനെ ഒപ്പിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മലയാളം അറിയാം. അതുകൊണ്ട് എനിക്ക് അത്രയും പാടില്ല പറയാൻ. അതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് പിടിച്ചുകൂടെ നിൽക്കാം. പിന്നെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. കാരണം അത്രമാത്രം വെള്ളമായിരിക്കും. അവിടെ പിന്നെ വെള്ളം തടഞ്ഞു നിർത്തും കേട്ടോ. തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ നമ്മുടെ ഈ ഷട്ടർ വഴി വെള്ളം പുറത്തോട്ട് വിടുവാണ്.
അപ്പോൾ ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ തിരിച്ചു പോകട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 1:42, 2 മണിയാകുമ്പോൾ പോകുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ഇനി ഇതിനും പോയി കഴിക്കണം. കഴിച്ചിട്ട് നേരെ പോവാം. നമുക്ക് ഇനി അടിപൊളി ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.